അടുത്ത എന്താണ് സെൻസർഷിപ്പ്? സെൻസർഷിപ്പ് എന്ന് വെച്ചാൽ ഫിലിം കോണ്ടന്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് സെൻസർഷിപ്പ്. അതായത് ഒരു ഫിലിം ഇറങ്ങുമ്പോൾ അത് മോറൽ ആൻഡ് ലീഗൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് സെൻസർഷിപ്പ്. ഇന്ത്യയിൽ സെൻസർഷിപ്പ് ആരാണ് തരുന്നത്? CBFC ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആണ്. നമ്മുടെ ഫിലിംസ് എല്ലാം സർട്ടിഫൈ ചെയ്യുന്നത്, അതായത് അഡൽട്ട്സ് ഉള്ളിയാണോ അതോ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നതാണോ ഫാമിലി മൂവിയാണോ എന്നൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് തരുന്നത് ഇവരാണ്. അപ്പം U എന്നുള്ള കാറ്റഗറിയുണ്ട്, A എന്നുള്ള കാറ്റഗറിയുണ്ട്, UAയും ഉണ്ട്. അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ളത് മാത്രമാണോ അതോ കുട്ടികൾക്കും അഡൽട്ട്സിന് വേണ്ടിയുള്ളതാണോ അതോ അഡൽട്ട്സിന് വേണ്ടി മാത്രമുള്ളതാണോ എന്നുള്ളത്. അപ്പോൾ ഹാംഫുൾ കോണ്ടന്റ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഒക്കെ, അതായത് പൊളിറ്റിക്കലി കുറച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്കെടുത്ത് റിമൂവ് ചെയ്യാം. പക്ഷേ ഈ സെൻസർഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ ഒരു വരുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്, അല്ലേ? കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, റിലീജിയസ്ലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ തിയേറ്ററിൽ ഇറക്കണോ വേണ്ടയോ എന്നൊക്കെ ഈ CBFCക്കാരാണ് ഡിസൈഡ് ചെയ്യുന്നത്. വയലൻസ്, ഒബ്സിനിറ്റി, ഈ ന്യൂഡ് ഇമേജസ് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കട്ട്സ് അല്ലെങ്കിൽ ബാൻസ് നമുക്ക് ഇമ്പോസ് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ സെൻസർഷിപ്പ് വേരി ചെയ്യുന്നുണ്ട്. ഫിലിം മേക്കേഴ്സ് ഓഫൺ ഈ സെൻസർഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്നവരാണ്, അല്ലെ? അവരുടെ എക്സ്പ്രഷനെ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ ബാധിക്കുന്നു എന്നും പറഞ്ഞ് അവർ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. കോൺട്രവേഴ്ഷ്യൽ ഫിലിംസ് ഒക്കെ ആണെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യും, പബ്ലിക് പ്രൊട്ടസ്റ്റ് ഒക്കെ വരും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലാണെന്നുണ്ടെങ്കിൽ പുതിയ റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സെൽഫ് സെൻസർഷിപ്പും എല്ലാം ഉണ്ട്. എത്തിക്സ് അതായത് ഒരു ഫിലിം ഇറക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എത്തിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഇൻവോൾവ് ആവുന്നുണ്ട്. ഓഡിയൻസിന്റെ മെച്യൂരിറ്റി അനുസരിച്ച് വേണം നമ്മളൊരു ഫിലിം ഇറക്കാൻ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ, അല്ലേ? അപ്പോൾ ആർട്ടും കൺട്രോളും തമ്മിലൊരു ബാലൻസ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കൊരു ഫിലിം ഇറക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വരുന്ന റീമേക്സ് ആണ്. റീമേക്ക് എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ഫിലിംസിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് ഇറക്കുന്നതിനെയാണ് നമ്മൾ റീമേക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ദൃശ്യം എന്നുള്ള മൂവിയെ നമ്മൾ മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്, അല്ലേ? ടെക്നോളജി അപ്പം എന്താ പറയുന്നത് വെച്ചാൽ പുതിയ ആക്ടേഴ്സ് ആയിരിക്കും ആ റോൾസിനെ റീഇൻ്റർപ്രറ്റ് ചെയ്ത് ഇറക്കുന്നത്, അല്ലെങ്കിൽ പഴയ ആക്ടേഴ്സും വേറെ ലാംഗ്വേജിൽ കാണും. സ്ക്രിപ്റ്റും ചിലപ്പോൾ മോഡിഫൈ ചെയ്യും, അല്ലേ? അപ്പോൾ സ്റ്റോറി അറിയാവുന്നത് കൊണ്ട് റിസ്ക് എന്ന് പറയുന്ന ഫാക്ടർ അതിനകത്തുണ്ട്. ക്രോസ് ഇൻഡസ്ട്രി റീമേക്സ് ആണ് കോമൺ ആയിട്ടുള്ളത്. മലയാളത്തിൽ ഇറക്കിയ ദൃശ്യം തമിഴിലും തെലുങ്കിലും, അല്ലേ, കന്നഡയിലും ഹിന്ദിയിൽ വരെ പോയി. ഹിന്ദിയിൽ മാത്രമല്ല, ജാപ്പനീസ്, ചൈനീസ് അവിടെയൊക്കെ മൂവീസിലും ഇത് റീമേക്ക് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇൻ്റർനാഷണൽ റീമേക്സുകളും ക്രോസ് ഇൻഡസ്ട്രി റീമേക്സുകളും കോമൺ ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഒറിജിനലുമായിട്ടായിരിക്കും നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത് ഈ ഒരു റീമേക്സ് ഇറക്കുമ്പോൾ. അപ്പോൾ ക്രിയേറ്റിവിറ്റിയിൽ കുറച്ച് ക്വസ്റ്റനിങ് കാണും, അല്ലേ? ബോക്സ് ഓഫീസ് സക്സസ് വേരി ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ റീമേക്സിനകത്ത് ചിലപ്പോൾ തീംസ് ഒക്കെ കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്യാം. ലീഗൽ റൈറ്റ്സ് നമുക്ക് റിക്വയർ ആണ് ഒരു പടം റീമേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെന്താണ്, റീമേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഫിലിംസിൻ്റെ ഡിജിറ്റൽ ഇറ ആൻഡ് OTT പ്ലാറ്റ്ഫോംസ്. ഡിജിറ്റൽ ഇറ എന്ന് പറയുമ്പോൾ എന്താണ്, ഫിലിം ഡിജിറ്റൽ ക്യാമറാസിലോട്ട് പോകുന്നത്. ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നു. എഡിറ്റിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആൻഡ് ചീപ്പറായി മാറുന്നു. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഓൾറെഡി വൈഡ്ലി യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. VFX ഒക്കെ വെച്ച് യൂസ് ചെയ്യുന്നു. നമ്മൾ അവെഞ്ചേഴ്സ് എൻഡ് ഗെയിം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ VFX വെച്ച്, അഡ്വാൻസ്ഡ് VFX ഒക്കെ വെച്ച് ചെയ്യുന്നു. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ആക്സസ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഡിസ്ട്രിബ്യൂഷൻ ഗ്ലോബൽ ആവുന്നുണ്ട്, അല്ലേ? പക്ഷേ പൈറസി പോലെയുള്ള കാര്യങ്ങൾ ചലഞ്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഹൈ ഡെഫിനിഷൻ ഫോർമാറ്റിലാണ് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ പടങ്ങൾ 4K ഫോർമാറ്റിലൊക്കെയാണ് നമ്മൾ ഇറക്കുന്നത്. പിന്നെന്താണ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിലൂടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഫിലിംസിനെ നമുക്ക് ഡിജിറ്റലി പ്രിസർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? പണ്ട് അങ്ങനെ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ഫിലിം ഈ റീൽസ് ഒക്കെ ഉണ്ടല്ലോ, ഫിലിമിൻ്റെ ആ ഒരു റോളൊക്കെ അതൊക്കെ ചീത്തയായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡിജിറ്റലി നമുക്ക് കളക്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. പിന്നെന്താണ്, ഓൺലൈൻ റിവ്യൂസ് ആണ് സക്സസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. AI ടൂൾസ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാം. ഷോർട്ട് ഫിലിംസ് ഒരുപാട് പോപ്പുലർ ആവുന്നുണ്ട്. യൂട്യൂബാണ് ഇപ്പോൾ ക്രിയേറ്റേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമായിട്ട് മാറുന്നത്. ഓഡിയൻസിൻ്റെ പ്രിഫറൻസിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഫാസ്റ്റർ പ്രൊഡക്ഷനാണ് ഇപ്പോൾ ഈ ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, ഇനി OTT പ്ലാറ്റ്ഫോംസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. OTT പ്ലാറ്റ്ഫോംസ് എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ കണ്ടന്റ് ഡെലിവറി ചെയ്യുന്നു. എക്സാമ്പിൾ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, Disney+ ഹോട്ട്സ്റ്റാർ, സോണി ലൈവ് അതൊക്കെ വരുന്നു. ഓൺ ഡിമാൻഡ് വ്യൂയിങ് കൺവീനിയൻസ് ആണ്. തിയേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, ഗ്ലോബലി ഓഡിയൻസ് റീച്ച് ഉണ്ട്. ഒറിജിനൽ കോണ്ടന്റ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക്.
പിന്നെന്താണ് നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സ് പോലെയൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാമല്ലോ. അവിടെ ഇറങ്ങിയതാണെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോകാൻ തന്നെ ഇവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് കാണാം. നമ്മൾ പൈസ അടച്ചാൽ മതി സബ്സ്ക്രിപ്ഷൻ ചെയ്ത്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡലാണ്. ബിഞ്ച് വാച്ചിങ് ചെയ്യുക, അതായത് ഒറ്റ ഇരുപ്പിന് എല്ലാം കൂടെ കണ്ടു തീർക്കാം. അല്ലാതെ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ക്രിയേറ്റീവ് ഫ്രീഡം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലെസ് സെൻസർഷിപ്പാണ് അതിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൻ്റെ ഇടയിൽ തന്നെ കോമ്പറ്റീഷനുണ്ട്. ഈ കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ ഈ OTTയുടെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് വന്നതല്ലേ. പിന്നെ എന്താ പറയുക, ഒരുപാട് ജോണേഴ്സിൽ ഇറക്കി ഒരുപാട് ഓഡിയൻസിന് വൈഡായിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗ്ലോബലായിട്ട് കൊളാബറേഷൻസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇൻഡസ്ട്രി ആ ഒരു ഫ്യൂച്ചർ തന്നെ ഓൺലൈനിലോട്ട്, അതായത് OTT പ്ലാറ്റ്ഫോംസ് മാറിയപ്പോൾ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.